സുജാൻ സാറേ, ഇന്ന് പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്നത് PFIക്കാരുടെ വോട്ട് വാങ്ങിയാണ്, രാജ്യദ്രോഹികളുടെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചത്. വേറെ എങ്ങും മത്സരിച്ചാൽ ജയിക്കുമായിരുന്നില്ല. PFIയെ പറ്റി പേരെടുത്ത് പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയത് വളരെ ശ്രദ്ധേയമാണ്. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടന വേളയിലാണ് പ്രൈം മിനിസ്റ്ററിൽ നിന്ന് ഇത്രയും രൂക്ഷമായൊരു വിമർശനം വരുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ യുവരാജാവെന്നായിരുന്നു അദ്ദേഹം ഇപ്പോൾ രാജകുമാരൻ എന്നുള്ള പേര് മാറ്റി രാജാവെന്ന് തന്നെ നേരിട്ട് വിളിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിൽ ധാരാളം SDPI വോട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സിന് അവർ ആവശ്യപ്പെടാതെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ SDPIയിൽ PFIയുടെ ഒരു രാഷ്ട്രീയ രൂപമാണ് SDPI. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എത്ര വ്യാഖ്യാനിച്ചാലും അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട്. അപ്പോൾ ഇത് നിരോധിച്ചപ്പോൾ അതിൻ്റെ അനുയായികൾ സ്വാഭാവികമായിട്ടും SDPIയിലാണ് പോയത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിൽ വസ്തുതാപരമായ പിശകില്ല. അതേസമയം നിരോധിത സംഘടനയുടെ, അത് രാജ്യദ്രോഹ കുറ്റത്തിന് നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആളുകളുടെ സഹായം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളെല്ലാം മതപ്രീണന സ്വഭാവമുള്ളതാണ്. അത് മുസ്ലിം മതവിഭാഗം എന്ന് പേരെടുത്ത് പറയാതെ തന്നെ, എന്നാൽ അതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി വളരെ വിഭാഗീയമായി വേർതിരിവ് നടത്തി വോട്ട് പിടിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇത് പറഞ്ഞ ദിവസം വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത്, രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും കൂടി അയോധ്യയിലേക്ക് പോകാൻ തീരുമാനിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ അവരുടെ അയോധ്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഇത് ഓരോരോ ആരോപണം പ്രധാനമന്ത്രി പറയുമ്പോൾ അതിന് വേറൊരു ഫലവും കൂടിയാണ്. അത് എന്തെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് ഔറംഗസീബിൻ്റെ അവദാനങ്ങളെ വാഴ്ത്തുന്നു. മുഗൾ രാജവംശത്തിൻ്റെ ചെയ്തികളെല്ലാം വളരെ പ്രശംസയോടെ പറയുന്നു. രാഹുൽ ഗാന്ധി ഒരു മുഗൾ രാജാവിനെയും ക്രൂരമായി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ഒരുപാട് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും ഒരുപാട് ഹിന്ദു രാജാക്കന്മാരെ ഉപദ്രവിച്ച് കീഴടക്കുകയും ചെയ്ത ഔറംഗസീബ്, ജഹാംഗീർ, ഷാജഹാൻ തുടങ്ങിയ ആളുകളെ കുറിച്ചൊന്നും കുറ്റം പറയുന്നില്ല, പ്രശംസിക്കുകയും. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഐഡൻറ്റിറ്റി ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം ആരുമായിട്ടാണ് സാമ്യം പ്രാപിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ നിന്ദിക്കാനും നിഗണിക്കാനും അവരോടൊരു സഹാനുഭൂതി പോലും പ്രകടിപ്പിക്കാതിരിക്കാനും രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കുന്നു എന്ന കാര്യം പ്രധാനമന്ത്രി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അത് കർണാടകത്തിലെ വോട്ടർമാരെയാണ്. എന്നിട്ട് പ്രധാനമന്ത്രി മറ്റൊരു പോയിന്റും കൂടെ പറയുന്നു. കർണാടകത്തിലൊരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു കൗൺസിലറുടെ മകളെ കുത്തിക്കൊന്ന അത് വലിയ വിവാദമായി ഇവിടെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. BJP അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു ലവ് ജിഹാദിൻ്റെ മോഡലുള്ള ഒരു കൊലപാതകമാണ്. അപ്പോൾ ആ കൗൺസിലർ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ 2 കണ്ണുകളാണ്, ഒരു ആണും പെണ്ണുമാണ് പുള്ളിക്കൊണ്ടായിരുന്നത്, 2 കണ്ണുകളിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അപ്പം ഇത് വളരെ ലവ് ജിഹാദാണ്. ഈ ലവ് ജിഹാദിനെ പറ്റി ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാനത് എൻ്റെ നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞതൊക്കെ അവർക്ക് വോട്ടിന് വേണ്ടി വർഗീയമായി അതിനെ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. വോട്ടിന് വേണ്ടി ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്ന ആളായണക്ക് പോലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അച്ഛൻ അതെ കുടുംബത്തിൻ്റെയും സംസാരം കേൾക്കാൻ പോലും ഇവിടുത്തെ പ്രധാനമന്ത്രി സിദ്ധരാമയ്യ ആണല്ലോ മുഖ്യമന്ത്രി അവിടുത്തെ കർണാടകത്തിൽ. പിന്നെ അതുപോലെ DK ശിവകുമാറൊക്കെ സാർ അവിടെ മുസ്ലിങ്ങളുടെ ഒരു ധ്രുവീകരണം, അല്ലെങ്കിൽ ആ ധ്രുവീകരണത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് നേരിട്ടതുമൊക്കെ അങ്ങനെയാണ്. ഇപ്പം തന്നെ അയാളുടെ അനിയൻ തന്നെ സാധാരണ സുരേഷ് മുസ്ലിം പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് രാഹുൽ ഗാന്ധിയുടെ ഭരണത്തിൻ്റെ
ചെറിയൊരു ഫോർമാറ്റ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇപ്പം ഈ പറയുമ്പം ഈ നരേന്ദ്രമോദി പറയുമ്പം അതിനകത്ത് വർഗീയത ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഈ രാഹുൽ ഗാന്ധി രാജ്യത്തുടനീളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പ്രീണനം തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ 10 കൊല്ലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആൾ നേരത്തെ പ്രസംഗിച്ച കാര്യം പ്രധാനമന്ത്രി പറയുന്നുണ്ട്. കാരണം ആദ്യത്തെ അവകാശി മുസ്ലിമാണ്. ഇപ്പോഴത്തെ ഭരണഘടന പരിശോധിച്ചാൽ എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്കാണ്. ഇത് സാധാരണക്കാരൻ വായിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സ്റ്റൈഫൻഡ് ഉൾപ്പെടെ, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഉൾപ്പെടെ എല്ലാം. അപ്പോൾ അതുപോലെ സ്വത്ത് പിടിച്ചെടുക്കുമെന്ന് പലയിടത്തും അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു ഇലക്ഷനോടനുബന്ധിച്ച്. ഞാൻ സ്വത്തുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കും. ഇത് എന്തർത്ഥമാണ്? സുധാൻ സാർ അത് ഒന്ന് പറഞ്ഞു തരണം. എന്തർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നരേന്ദ്രമോദി അത് വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. നിങ്ങളുടെ താലി വരെ പിടിച്ചെടുത്ത് അവർക്കിഷ്ടമുള്ളവർക്ക് വിതരണം ചെയ്യും. അപ്പം അവർ പറയുന്ന പാവത്തുങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം. അവരുടെ പാവത്തുങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇതാണ് നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള കാലയളവിൽ ഒരാൾ സംസാരിക്കുന്നതിന് ഇന്നതാണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. ഇപ്പം നരേന്ദ്രമോദി ഇയാൾ ഇന്നതാണ് പറയുന്നത്, ഇത് ഇന്നാർക്ക് വേണ്ടിയാണ് പറയുന്നത്. അല്ല, അദ്ദേഹം ഒന്ന് 2 ദിവസം മുമ്പ് വേറെ കാര്യം പറഞ്ഞു, ഞാൻ തൂമ്പേ എന്ന് വിളിക്കും. അതെ, ശരിയാ, തൂമ്പേ കാളെ സ്പെയ്ഡ് സ്പെയ്ഡ്. അപ്പോൾ അത് അദ്ദേഹം കാര്യങ്ങളെ അതിൻ്റെ മുഖത്ത് നോക്കി യഥാതഥമായി പറയുന്നു. സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഇതാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശം ഇതാണ്, അവർ ഭരണത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് സാധാരണക്കാരന് ശരിയാണ് സാർ. ഈ 55 കൊല്ലം നെഹ്റുവിൻ്റെ കാലം തൊട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാ. ഹിന്ദുക്കളുടെ അടുത്ത് മൃദു സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി രാജ്യം ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം വേറൊരു ഇരട്ടത്താപ്പുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ന് പറഞ്ഞാൽ പാവങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് വരുന്നത്. അപ്പോൾ ഈ പാവങ്ങൾക്ക് വേണ്ടി ഇവർ 60 വർഷം ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. 60 വർഷം കഴിഞ്ഞ് 77 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ 77ാം വർഷവും പാവങ്ങളിവിടെ കിടക്കുകയാണ്. പാവങ്ങളായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്തത് അവരുടെ ഭരണകാലത്ത്? ഒന്നും ചെയ്തിട്ടില്ല. ഈ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇപ്പോഴും ഇത് തന്നെ പറയുന്നത്. അപ്പോൾ അതൊരു വശം. 2, ഈ ഒരാളിൻ്റെ സ്വകാര്യ സ്വത്ത് അതിൻ്റെ 55% എടുത്തിട്ട് ഇൻഹെറിറ്റൻസ് ടാക്സും പിന്നെ സ്വത്ത് പിടിച്ചെടുക്കലും ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണഘടനാനുസൃതമായി ഭരിക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമില്ല. അതിന് പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള വകുപ്പുകളെടുത്ത് ഈ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യും കോടതിയിൽ. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അപ്പോൾ ഈ മാനിഫെസ്റ്റോയിലും മാനിഫെസ്റ്റോ വ്യാഖ്യാനിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഒന്ന്, അവർ ഭരണത്തിൽ വന്നാലല്ലേ ഉള്ളൂ. അത് 2. അപ്പോൾ വരാനുള്ള ഒരു വഴി എന്ന നിലയിലാണല്ലോ ഇത്തരം വാഗ്ദാനങ്ങൾ. പാലിക്കപ്പെടേണ്ട വാഗ്ദാനമല്ല ഇതെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇത്രയും വിഭാഗീയമായ ഒരു സമീപനം സ്വീകരിക്കുന്നത്? അറിയത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നെഹ്റുവിൻ്റെ കാലം തൊട്ടേ ഈ ഒരു വിഭാഗീയമായ ചിന്തയുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഗാന്ധിജിയുടെ കെയർ ഓഫിലും ഇൻ്റർനാഷണൽ കെയർ ഓഫ് കോൺഗ്രസിൻ്റെ ഗാന്ധിജിയുടെ പാർട്ടിയാണ്. ഗാന്ധിജി ഒരു വലിയ വ്യക്തിത്വം ഇന്ത്യയിലുണ്ടായിരുന്നല്ലോ. അദ്ദേഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ ചതിക്കത്തില്ല. ആ ഒരു മേലങ്കി എടുത്തണിഞ്ഞ് മുന്നോട്ട് വന്ന ഒരു ഭരണാധികാരി നെഹ്റുവിൻ്റെ കാലത്ത് നടന്നതാ സാർ. പാകിസ്ഥാൻ വിഭജിച്ചു. അതിനുശേഷം ഇവിടുത്തെ ഒരു വിഭാഗത്തെ മാത്രം, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ മാത്രം പറയുമ്പം മതേതരത്വവും ബാക്കിയുള്ളവരുടെ കാര്യം പറയുമ്പം നെഹ്റുവിനൊരു എന്താ പറയുന്നത്, ഞാൻ നിരീശ്വരവാദിയാണ്, അങ്ങനെ പോകണം ഇങ്ങനെ പോകണമെന്ന്. ഇന്ന് ഈ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയുടെ കാര്യം വന്ന് നിൽക്കുമ്പോഴും മുസ്ലിം പ്രീണനം നമ്മൾ പറഞ്ഞുകൂടാ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നു. അതൊരു കാര്യം കൊണ്ട് ഈ വിഷയത്തിലുണ്ട്. എന്തെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ കർണാടകത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹം വേറെ നേഹയുടെ കൊലപാതകത്തെ നമ്മളിപ്പോൾ പറഞ്ഞ, അപ്പോൾ അതിൽ ഇതുവരെ ലവ് ജിഹാദ് ഒരു ചർച്ചാ വിഷയമായത് കേരളത്തിലാണ്. അതെ. ഇപ്പോൾ അത് കർണാടകത്തിൽ അയൽ സംസ്ഥാനമായ കർണാടകത്തിലേക്കും വ്യാപിച്ചു. ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സിദ്ധാരാമയ്യ ഗവൺമെൻറ് വന്നപ്പോഴാണ് അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകൾക്ക് പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ കുരുതി കൊടുക്കേണ്ടി വന്നു. അവളെ പ്രണയിക്കുന്നു എന്ന പറഞ്ഞ ആളിനെ പേടിച്ചിട്ട് കോളേജിൽ വരാതെ കഴിഞ്ഞ പെൺകുട്ടി
പരീക്ഷ എടുത്തപ്പോൾ ഹാൾ ടിക്കറ്റ് മേടിക്കാനാണ് കോളേജിൽ വന്നത്. കുറേ കാലത്തിന് ശേഷം വന്നത്. അങ്ങനെ വന്നപ്പോൾ അവളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിന്ന് അവളെ റോഡിലിട്ട് കുത്തി 19 കുത്താണ് കുട്ടിയെ കുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറി. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആ പ്രസംഗത്തിൽ ഈ സംഭവം എടുത്തു പറയുന്നു. അത് കർണാടകത്തിലെ കട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഈ പ്രധാനമന്ത്രി ഏറ്റെടുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ പൾസ് പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നതും. അദ്ദേഹം പറയുമ്പോൾ പാത്രം കൊട്ടാൻ പറയുമ്പോൾ പാത്രം കൊട്ടുന്നതും, റോഡിലിറങ്ങി നിൽക്കാൻ പറയുമ്പോൾ റോഡിലിറങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിനുള്ള വിശ്വാസം കൊണ്ടാണ്. ഇവിടെ ചില ആൾക്കാരൊക്കെ നേരത്തെ ചില കാര്യങ്ങൾ വന്നപ്പം അതിന് വേറെ അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് ആൾ താമസം വേണം. വിളക്ക് കത്തിക്കാൻ പറയുമ്പോഴും പാത്രം കൊട്ടാൻ പറയുമ്പോഴും ആൾക്കാർ ചെയ്യുന്നത് എത്രത്തോളം ജനങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റെടുക്കും എന്ന പരീക്ഷണമായിരുന്നു പുള്ളി നടത്തുന്നത്. അതിവിടെ വേറെ രീതിയിൽ പാത്രം കൊട്ടിയാൽ ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചു. അത് അവരുടെയൊക്കെ ചിന്താഗതിക്കകത്ത് എന്ന് വരുന്നത്. ഞാനീ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അത് ഇന്ത്യ വിരുദ്ധമാണെന്നും നമ്മുടെ ഹിന്ദു വിരുദ്ധമാണെന്നും അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിനപ്പുറം അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ മുഗൾ രാജാക്കന്മാരെ പണ്ടും ഇന്നും ഈ നമ്മുടെ 93കാരൻ 5000 കോടി നമുക്ക് ഇത് മാറ്റി വെച്ചിരിക്കുകയല്ലേ ഒരു സായിപ്പ്. അപ്പം അയാളുടെ പ്രസംഗം ഏറ്റെടുക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇതെല്ലാം പുറത്ത് കാണിക്കുന്നതുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മോദിയെ ചിത്രീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അന്നും ഇന്നും ഉണ്ടാക്കി അല്ലെങ്കിൽ ഹിന്ദുക്കളെ വിഭജിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്. സാറിന് അറിയാമല്ലോ, ഹിന്ദുക്കളെ പല തട്ടിലാക്കി എന്നിട്ട് അതിനെ മുതലെടുത്ത് വേറെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്ന. അപ്പം വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താണ് രാജ്യത്തിന് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചു. കാരണം ഈ സ്വാതന്ത്ര്യാനന്തരം 10 കൊല്ലം മോദി ഭരിച്ച സമയത്താണ് ശരിക്കും ഇന്ത്യ മഹാരാജ്യം ലോകത്തിൻ്റെ നെറുകയിലെത്തിയത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഐഡൻറ്റിറ്റി ഉണ്ടായത്, അകത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ശക്തനാണെന്ന്. അപ്പോൾ 55 കൊല്ലവും വേറെ. അപ്പോൾ നമ്മളെന്തൊരു തീരുമാനം എടുത്താൽ അമേരിക്കക്കാരൻ വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ല ബ്രിട്ടീഷുകാരൻ വേണ്ട എന്ന് പറഞ്ഞാൽ, ജർമ്മനിക്കാരൻ വേണ്ട എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു രാജ്യം വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് മാറ്റിവെക്കുന്നു, പുനരാലോചിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം. വേറെ കാര്യമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ ഗവൺമെൻറ്, ഇലക്റ്റഡ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ UN പൊതുസഭയിൽ, UN സെക്യൂരിറ്റി കൗൺസിലിൽ നമുക്ക് ഒരു അംഗത്വം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. വേണ്ടെന്ന് പറഞ്ഞല്ലേ? അമേരിക്കയൊക്കെ അത് ഇന്ത്യ ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞതാണ്. വീറ്റോ പവറോട് കൂടിയാണ്. അത് നെഹ്റു ഇന്ത്യക്ക് അങ്ങനെയുള്ള പദവികളൊന്നും വേണ്ട എന്നൊരു വിശാല മനസ്കനായിട്ട് അത് ചൈനയ്ക്ക് പോയി. ചൈന ആ പദവി ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ പല താല്പര്യങ്ങൾക്കുമെതിരെ UN ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുതരം. കാരണം അന്നത്തെ ഒരു ജനസംഖ്യ കണക്ക് വെച്ചിട്ട് ഇന്ത്യക്ക് കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് ആ പ്രാതിനിധ്യം വേണം എന്ന് UN പൊതുസഭയിൽ അഭിപ്രായം ഉയർന്നു. അതെ, അത് വേണ്ട എന്ന്. അതിന് വിശാലതയൊന്നുമില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ, ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയല്ല കോൺഗ്രസ് നിൽക്കുന്നത്, രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെയാണ്. കാരണം പണ്ട് തൊട്ടേ ഇന്ത്യക്ക് വേണ്ടിയല്ല. നെഹ്റുവിൻ്റെ കാലം തൊട്ടേ ഇപ്പം പുതിയമായി വന്നല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കാശ്മീർ വിഷയം കൊണ്ട് UN കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യാൻ ഒക്കുമല്ലോ. അപ്പം അന്ന് തൊട്ടേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സ്വാതന്ത്ര്യാനന്തരം പോലും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയെ പുറകോട്ട് നടത്തുന്ന ഒരു സമീപനമായിരുന്നു ഇവിടുത്തെ മോദിക്ക് അപ്പുറമുള്ള പല അനുഭവങ്ങളിൽ നിന്നും അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലാക്കാം. അതുപോലെ ഇപ്പോൾ ജോർജ് സോറസ്, ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് പേര് വിട്ടു, അയാൾ ഒരു 5000 കോടി രൂപ മാറ്റി വെച്ചേക്കും. അയാളുടെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അയാളുടെ അജണ്ടയാണ്, കോൺഗ്രസിൻ്റെ അജണ്ട. അപ്പം ആ ഒരു താല്പര്യങ്ങൾ തുറന്നു കാട്ടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വർഗീയവാദിയാണെന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. അല്ല, രാഹുൽ ഗാന്ധിയെ ആദ്യം പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യക്തമായ കാര്യം. കാരണം ഈ കോൺഗ്രസിൻ്റെ ജനാധിപത്യം, കോൺസ്റ്റിറ്റ്യൂഷൻ, മതനിരപേക്ഷത ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടാണല്ലോ അവർ ജനങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ അതല്ലായിരുന്നു ഇപ്പോഴും അല്ല. PFIയുടെ വരെ പിന്തുണ വാങ്ങിയാണ് ഇവർ
ഒരു സീറ്റ് പോലും ജയിക്കുന്നത് അതെ എന്ന കാര്യം ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഓവൈസിയുടെ കൂടെ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. ഇപ്പോഴും പാകിസ്ഥാൻ അന്ന് പാകിസ്ഥാൻ ഇപ്പോഴും പാകിസ്ഥാന്റെ താല്പര്യം ഓവൈസി ജയിക്കുന്നത് അതെ കോൺഗ്രസിന്റെ പിന്തുണയോട്. അപ്പം ആരുടെ താല്പര്യമാണെന്നും അത് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ അതേ പറയാം, ആരുടെ താല്പര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ചുരുക്കത്തിൽ ഇന്ത്യാവിരുദ്ധനാണ്, കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നു, ഇന്ത്യാവിരുദ്ധനാണെന്ന് കാട്ടപ്പെടുന്നു. ആ കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സംഭവങ്ങളും പിന്നെ വിഷയങ്ങളും എടുത്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ പ്രധാനമന്ത്രിക്ക് അത് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതാണ് ശരി.